അള്ളാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് മുഹയ്യി എന്നത്. ജീവിപ്പിക്കുന്നവൻ എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. പരിശുദ്ധ ഖുർആനിൽ 2 പ്രാവശ്യമാണ് ഇത് വന്നത്. ഇതിൻ്റെ അബ്ജദിയത്ത് 68 ഇഹ്യാ എന്ന പദത്തിൽ നിന്നാണ് മുഹയ്യി എന്ന ഇസ്മ ഉണ്ടായത്. അള്ളാഹു ഉദ്ദേശിച്ച വസ്തുക്കൾക്ക് അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ ഹയാത്തിനെ സൃഷ്ടിക്കുന്നു, ജീവനെ സൃഷ്ടിക്കുന്നു, നൽകുന്നു. അതുപോലെ തന്നെ ആ വസ്തുക്കൾക്ക് ജീവനെ അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്ര നിത്യമാക്കി കൊടുക്കുന്നു. അത് ചില കാരണങ്ങളെ കൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു കാരണങ്ങളുമായി ബന്ധപ്പെടാതെയും ആകാം. സർവ സൃഷ്ടികൾക്കും ഹയാത്ത് സൃഷ്ടിക്കൽ കൊണ്ട് അവകളെ ജീവനുള്ളതാക്കുന്നു, അല്ലെങ്കിൽ ഹയ ഇറക്കൽ കൊണ്ട്. ഹയ എന്ന വാക്ക് മാ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് എന്നാണ്. അപ്പോൾ വെള്ളത്തെ, മഴയെ വർഷിപ്പിക്കൽ കൊണ്ട് ഭൂമിക്ക് ഹയാത്ത് കൊടുക്കുന്നു. വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ പുല്ലുപുഷ്പങ്ങൾക്ക്, ചെടികൾക്ക്, സസ്യങ്ങൾക്ക് ജീവൻ കൊടുത്ത് അവകളെ മുളപ്പിക്കുന്നു. നിർജീവമായി കിടക്കുന്ന നുത്ഫത്തിനെ, ബീജത്തുള്ളി, ഹയാത്തുള്ളതാക്കി അതിൽ നിന്ന് ജീവനുള്ള ശിശുക്കളെ പുറപ്പെടുവിക്കുന്നു. നുരുമ്പിപ്പോയ തടികളിലേക്ക് അർവാഹുകളെ മടക്കൽ കൊണ്ട്, ആത്മാവുകളെ മടക്കൽ കൊണ്ട് അവകൾക്ക് ജീവൻ നൽകുന്നു. മഅരിഫത്തിൻ്റെ പ്രകാശം കൊണ്ട് ഹൃദയങ്ങൾക്ക് ഹയാത്ത് കൊടുക്കുന്നു. ഈ രൂപത്തിലെല്ലാം മുഹയ്യി എന്ന പദത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മുഹയ്യി എന്ന പദവുമായി തഅല്ലുഖ്, ബന്ധം പുലർത്തേണ്ടത്, ഒരു മനുഷ്യൻ അവൻ്റെ ഹയാത്ത് കൊണ്ടും മൗത്ത് കൊണ്ടും ഗൗനിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തലാണ്. അവൻ അവൻ്റെ മുഴുവൻ കാര്യങ്ങളെയും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും അവൻ്റെ ജീവിതവും അവൻ്റെ മരണവും എല്ലാം അള്ളാഹുവിൻ്റെ ഖുദ്റത്തിലാണ് എന്ന ഒരു ചിന്താഗതിയിലേക്ക് എത്തുകയും ചെയ്യലാണ് ഈ ഇസ്മുമായി ബന്ധം പുലർത്തുന്നവരിൽ കാണുന്ന അടയാളം. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസുകളിലൂടെ പഠിപ്പിച്ച ഒരു ദുആ ഇതിന് ശക്തി പകരുന്നതാണ്. അല്ലാഹുമ്മ അഹ്യീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി.
അള്ളാഹുവെ, എനിക്ക് ജീവിതം ഖൈറാകുന്ന കാലം അത്രയും എന്നെ നീ ജീവിപ്പിക്കണം. മരണം എനിക്ക് ഖൈറാകുന്ന സമയത്ത് എന്നെ നീ മരിപ്പിക്കണം എന്ന അർത്ഥമുള്ള പ്രാർത്ഥന, ദുആ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ മുഹീ എന്ന ഇസ്മുമായി കൂടുതൽ ബന്ധം പുലർത്തുന്ന ഒരാളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ദുആ ആണത്. കാരണം അവൻ്റെ ഹയാത്തും അവൻ്റെ മൗത്തും എല്ലാം അവൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു. കാരണം തൻ്റെ ജീവിതം തനിക്ക് ഖൈറാണോ ഷർറാണോ എന്ന് ഒരു സൃഷ്ടിക്കും അറിയുകയില്ല. എല്ലാം അറിയുന്നവൻ സൃഷ്ടാവായ റബ്ബാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിതമാണ് ഖൈറ് എങ്കിൽ റബ്ബെ നിനക്കതറിയാമല്ലോ, അപ്പോൾ നീ എന്നെ ജീവിപ്പിക്കണം. മരണമാണ് ഖൈറ് എങ്കിൽ എന്നെ നീ മരിപ്പിക്കണം. ഇതാണ് ആ ദുആഇൻ്റെ അർത്ഥം. ഈ മഹത്തായ ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? മഹത്തുക്കൾ പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ അവൻ്റെ റൂഹിനെ അൽ മആരിഫുൽ ഇലാഹിയ കൊണ്ട്, ഇലാഹിയത്തായ ജ്ഞാനങ്ങളെ കൊണ്ട് ഹയാത്താക്കണം. അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് ഒരടിമക്ക് ലഭിക്കുന്ന വലിയ വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ തരപ്പറ്റുന്ന രൂപത്തിലേക്ക് അവൻ്റെ റൂഹിനെ അവൻ ആക്കേണ്ടതുണ്ട്. ഉപകാരപ്രദമായ അറിവുകളെ കൊണ്ട് ഖൽബുകൾക്ക് ഹയാത്ത് കൊടുക്കണം. അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് ഖൽബിന് ജീവൻ കൊടുക്കണം. മഹത്തുക്കൾ പറയാറുണ്ടല്ലോ, ഹയാത്തുൽ ഖൽബി ദിക്റുല്ലാഹി. ഖൽബിൻ്റെ ഹയാത്ത് എന്ന് പറഞ്ഞാൽ ഖൽബിൽ ദിക്റുള്ള ഉണ്ടാകലാണ്. ദിക്റുല്ലാഹി എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് അള്ളാഹുവിൻ്റെ സ്മരണ, അള്ളാഹുവിൻ്റെ ആ ഒരു ഓർമ്മ, സ്മരണ, അത് ഖൽബിലുണ്ടെങ്കിൽ ഖൽബിന് ഹയാത്തുണ്ടാകും. മറ്റൊന്ന് ദിക്റുല്ലാഹി എന്ന് പറഞ്ഞാൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമമാണത്. നിബിതങ്ങൾ ഒരാളുടെ ഖൽബിലുണ്ടെങ്കിൽ തീർച്ചയായും അവൻ്റെ ഖൽബ് ഹയാത്തുള്ള ഖൽബാകും. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ജീവിതം ദീർഘമാകുന്നതിൻ്റെ മേലിൽ, മറ്റുള്ളവർക്ക് ആയുസ് വർദ്ധിക്കുന്നതിൻ്റെ മേലിലായി അവരെ സഹായിക്കൽ ഈ ഇസ്മുമായി സ്വഭാവം ശ്രദ്ധിക്കലിൻ്റെ അടയാളമാണ്. മറ്റുള്ളവർക്ക് അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരം ജീവൻ കൊടുക്കുക. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മുടെ കൂട്ടത്തിൽ മരുന്ന് വാങ്ങാൻ പ്രയാസപ്പെടുന്ന, ചികിത്സിക്കാൻ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആളുകൾക്ക് ചികിത്സ കൊടുക്കുക. അതുപോലെ തന്നെ ജീവൻ നിലനിർത്താൻ വളരെ പ്രയാസപ്പെടുന്ന രൂപത്തിൽ വിശന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ ഭൂമിക്ക് ജീവൻ കിട്ടാൻ സഹായകമാകുന്ന രൂപത്തിൽ തോടുകൾ നിർമ്മിച്ചു കൊടുക്കുക. ഇതെല്ലാം മനുഷ്യർക്ക് സേവനം ചെയ്യുക എന്ന നിയത്ത് പ്രകാരം ഇഹ്യാഇൻ്റെ അഥവാ ജീവൻ നൽകുന്നതിൻ്റെ ശാഖകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.